നമസ്തേ എല്ലാ മാന്യപ്രേക്ഷകർക്കും ബ്രഹ്മ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ എം ബാലകൃഷ്ണൻ അസ്ട്രോളജർ. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം 2022 ഉത്രാടം നക്ഷത്രത്തിലെ ഫലങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയം പറയുന്നതിന് മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാൻ വിഷയത്തിലേക്ക് വരാം. 2022 ഉത്രാടം നക്ഷത്രത്തിന്റെ ഫലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഉത്രാടം നക്ഷത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. പൊതുവെ ഉത്രാടം നക്ഷത്രക്കാരൊക്കെ തന്നെ ഒരു കാര്യത്തിലും ഉപേക്ഷ സഹിക്കാതെ ഇവർ സമയത്തിനൊക്കെ തന്നെ വളരെ വില കൽപ്പിക്കുന്നവരായിരിക്കും. കൂടാതെ സ്ത്രീകളൊക്കെ തന്നെ നല്ല സൗന്ദര്യവും വിനയമുള്ളവരാണ്. എന്നിരുന്നാലും ഇവരൊക്കെ തന്നെ കുടുംബങ്ങളിലൊക്കെ തന്നെ കുടുംബ ഭരണങ്ങളിലൊക്കെ തന്നെ നല്ല നൈപുണ്യമുള്ളവരാണ്. വീടും പരിസരങ്ങളൊക്കെ തന്നെ മോട് പിടിപ്പിക്കുക എന്നുള്ളത് ഒരു വിനോദപരമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ്. കൂടാതെ തന്നെ 2022 കാലഘട്ടങ്ങളിലൊക്കെ തന്നെ സ്ത്രീകളൊക്കെ തന്നെ സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവർക്ക് ഈ കാലഘട്ടം വളരെ ഒരു ഗുണകരമായിട്ടുള്ള കാലഘട്ടമാണ്. എന്നിരുന്നാലും ഒന്നിലധികം പേർ ചേർന്നുകൊണ്ടിട്ടുള്ള ഒരുപാട് ബിസിനസ് പരമായ മേഖലകളിലൊക്കെ തന്നെ പലപ്പോഴും ചില വിഷമഘട്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. എന്നിരുന്നാലും ആരോഗ്യപരമായ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് തന്നെ ചികിത്സാപരമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നവരൊക്കെ തന്നെ ഈ വർഷ കാലഘട്ടങ്ങൾ വളരെ ശ്രദ്ധിക്കുകയും കൂടാതെ അനാവശ്യപരമായ ചിന്തകൾ മാനസികപരമായിട്ടുള്ള അലച്ചിലുകളൊക്കെ ഉണ്ടാവാൻ ഇടയുണ്ട് ഈ 2022 കാലഘട്ടങ്ങളിൽ ഫലസൂചനയിൽ കാണുന്നു. അതുകൊണ്ട് തന്നെ യോഗ, പ്രാണായാമം, ധ്യാനം, ജപം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഗുണകരമായിരിക്കും. അതോടനുബന്ധിച്ച് തന്നെ 2022 കാലഘട്ടങ്ങളിലൊക്കെ തന്നെ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഗുണകരമാണ്. നമുക്കറിയാം, അയ്യപ്പനെ ഭജിക്കുക, നെയ്വിളക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ക്ഷേത്ര അങ്കണത്തിൽ ചെയ്യുകയും കൂടാതെ ഞായറാഴ്ചയും ഉത്രാടവും ഒത്തുചേർന്ന ദിനങ്ങളിലൊക്കെ തന്നെ ആദിത്യ ഭഗവാനെ പൂജിക്കുക ഒക്കെ ചെയ്യുന്നത് വളരെ ഗുണകരം, വളരെ ശ്രേഷ്ഠകരമാണ്. കൂടാതെ തന്നെ ഉത്രാടം നക്ഷത്രങ്ങളിലൊക്കെ തന്നെ ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതൊക്കെ തന്നെ വളരെയധികം ശ്രേഷ്ഠകരമാണ്. കൂടാതെ ഉത്രാട നക്ഷത്രത്തിന്റെ ദേവത എന്ന് പറയുന്നത് തന്നെ വിശ്വദേവതകളാണ്. അപ്പൊ ഈ വിശ്വദേവതയെ എന്നും ദിനചര്യകളിൽ നിത്യവും ഭജിക്കുന്നത് ഉത്രാട നക്ഷത്രക്കാർക്ക് നല്ല ഒരു ഉപായം തന്നെയാണ്. കൂടാതെ നമുക്ക് ആ മന്ത്രങ്ങളെ കുറിച്ചൊക്കെ തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓം വിശ്വദേവേഭ്യോ നമഃ. ഓം വിശ്വദേവേഭ്യോ നമഃ. ഓം വിശ്വദേവേഭ്യോ നമ. ഈ മന്ത്രങ്ങളൊക്കെ തന്നെ ദിനചര്യകളിൽ പ്രഭാതത്തിലും സന്ധ്യാകാലങ്ങളിലും തൻ്റെ ഹൃദയത്തിലും മനസ്സിലും ബുദ്ധിയിലും ചിന്തയിലും തന്നിലും അലിഞ്ഞു ചേർന്നുകൊണ്ട് തൻ്റെ ആത്മാർപ്പണമായിട്ട് ലയിച്ചുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് ദിനചര്യകൾ നിത്യവും ഭജിക്കുന്ന ഒരു ഉത്രാട നക്ഷത്രക്കാർക്ക് ജീവിതങ്ങളിൽ അവരുടെ മുന്നോട്ട് പോകുന്ന എല്ലാ പ്രവർത്തന മേഖല കർമ്മങ്ങളിലും തന്നെ തടസ്സങ്ങളൊക്കെ നീങ്ങി ഒരു അനുകൂലപരമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയെ പ്രദാനം ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നിരുന്നാലും ഈ 2022 കാലഘട്ടം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം ആരോഗ്യപരമായ കാര്യങ്ങളും അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്സിനെ അലട്ടുക എന്നുള്ളതും ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ ഊന്നി പറയുന്ന ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു വിഷയം ഈശ്വരികമായ പ്രവർത്തനങ്ങൾ മുൻനിർത്തി പ്രവർത്തിച്ചു പോവുക. അതോടനുബന്ധിച്ച് തന്നെ തൻ്റെ പ്രവർത്തന മേഖല കർമ്മങ്ങളിലൊക്കെ തന്നെ ഈ വർഷ കാലഘട്ടങ്ങളിൽ 2022 കാലഘട്ടങ്ങളിൽ കർമ്മരംഗങ്ങളിലൊക്കെ തന്നെ അഭിവൃദ്ധി ഉണ്ടാവുകയും അതോടനുബന്ധിച്ച് തന്നെ മത്സരം പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ഭവിക്കുവാനും കൂടാതെ ഗവൺമെന്റ് തല മേഖലകളിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് തന്നെ പലപ്പോഴും പ്രമോഷൻ പോലെയുള്ള ഗുണങ്ങൾ വന്ന് ഭവിക്കാനും സ്ഥാനക്കയറ്റങ്ങൾ ഉണ്ടാകുവാനും കൂടാതെ അധികാരപരമായിട്ടുള്ള പരിധികളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ തന്നെ പലപ്പോഴും മേലുദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഈ കാരണങ്ങളൊക്കെ തന്നെ തൻ്റെ പ്രവർത്തന മേഖല കർമ്മങ്ങളൊക്കെ തന്നെ നല്ല ഗുണകരമായിട്ട് തൻ്റെ ഊർജ്ജസ്സും തേജസ്സും ഉന്മേഷത്തോടു കൂടി കഠിനപരമായിട്ടുള്ള പ്രവർത്തനപരമായി മുന്നോട്ട് പോകുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് 2022 കാലഘട്ടങ്ങളിൽ നല്ല പൊതുജന സമ്മതനും കൂടാതെ തന്നെ സജ്ജനങ്ങളുമായിട്ടുള്ള നല്ല ഒരു ഗുണങ്ങളൊക്കെ തന്നെ വന്ന് ഭവിക്കുവാനും ഒക്കെ നല്ല സാധ്യതയുള്ള ഒരു വർഷം തന്നെയാണ്. കൂടാതെ പ്രേമസംബന്ധമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ പറയുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് അതൊരു വിവാഹപരമായ കാര്യങ്ങളിൽ കലാശിക്കുവാൻ സാധ്യത കൂടുതലാണ്. കൂടാതെ ഈ ആരോഗ്യപരമായ മേഖലകളോടനുബന്ധിച്ച് തന്നെ പകർച്ചവ്യാധി പോലുള്ള രോഗങ്ങളൊക്കെ വരാൻ സാധ്യത ഉള്ളതിനാൽ ആരോഗ്യ രംഗങ്ങളിൽ ഉത്രാട നക്ഷത്രം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതും ഗുണകരമായിരിക്കും. കൂടാതെ
എന്നിരുന്നാലും കലാപരമായ മേഖലകളുമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന പലപ്പോഴും നൃത്തം, സംഗീതം, ചലച്ചിത്ര മേഖലകൾ, അത്തരം പ്രവർത്തന മേഖലകളിലൊക്കെ തന്നെ കലാപരമായിട്ട് ഏതു മേഖലകളാവട്ടെ അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഈ വർഷകാലഘട്ടങ്ങൾ ഒരു അനുകൂലപരമായിട്ടുള്ള വർഷം തന്നെയാണ്. കൂടാതെ തന്നെ കോടതി കേസുകൾ, അത്തരം വ്യവഹാരാധിക സമ്പത്തുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഉത്രാട നക്ഷത്രക്കാർ ഈ കാലഘട്ടങ്ങളിൽ വളരെയധികം അനുകൂലപരമായിട്ടുള്ള ഒരു വർഷം തന്നെയാണ്. കൂടാതെ വിലപ്പെട്ടിട്ടുള്ള അതെന്തുമായിക്കൊള്ളട്ടെ, ജോലി ആയിക്കൊള്ളട്ടെ, ആഭരണങ്ങളാവട്ടെ, രേഖകളാവട്ടെ, അത്തരം കാര്യങ്ങളോ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് പലപ്പോഴും തൻ്റെ സ്ഥാപനങ്ങളാവട്ടെ അതോടനുബന്ധിച്ച് തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തന മേഖല വീടുകളിലൊക്കെ തന്നെ ഉണ്ടാകുന്ന ശല്യം, അതായത് ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങളും അതുപോലെ തസ്കര ശല്യങ്ങളൊക്കെ തന്നെ കള്ളന്മാരുടെ ശല്യങ്ങളൊക്കെ ഉണ്ടാവാൻ ഇടയുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ ഈ പറയുന്ന രേഖകളൊക്കെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഗുണകരമായിരിക്കും. കൂടാതെ ക്ഷേത്രപരമായിട്ട് പ്രവർത്തന മേഖലകളുമായി ബന്ധപ്പെടുന്ന ഉത്രാട നക്ഷത്രക്കാർ ഈ വർഷം ഒരു അനുകൂലപരമായിട്ടുള്ള വർഷങ്ങളാണ്. എന്നിരുന്നാലും പല കാര്യങ്ങളിലും ആലോചന കൂടാതെ പ്രവർത്തിക്കുന്നത് മൂലം പല കഷ്ടനഷ്ടങ്ങൾക്ക് വന്ന് ഭവിക്കുവാനും ദോഷകരമായി ഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ തന്നെ പലപ്പോഴും വഞ്ചിതരാകാനൊക്കെ തന്നെ ഈ വർഷകാലഘട്ടങ്ങളിടെയുള്ളതിനെ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നതും ഗുണകരമായിരിക്കും. കൂടാതെ ഈ പറയുന്ന ഉത്രാട നക്ഷത്ര വിദ്യാർത്ഥിനികളാവട്ടെ, ഉദ്യോഗാർത്ഥികളാവട്ടെ കൂടുതൽ അലസത മൂലം, പലപ്പോഴും അലസത കാരണം മൂലം പഠനപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ജോലിപരമായിട്ട് ഇന്റർവ്യൂ പരീക്ഷ മേഖലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പം പരാജയപ്പെടാൻ സാധ്യത ഉള്ളതിനാൽ ഈ കാലഘട്ടത്തിൽ ഊർജ്ജസ്സും തേജസ്സും ഉന്മേഷത്തോടുകൂടി നല്ല രീതിയിൽ കഠിന പ്രയത്നത്തോടുകൂടി അതിൽ ശ്രദ്ധ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ വളരെ ജാഗ്രതയായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും, വിജയം കൈവരിക്കാൻ സാധിക്കുന്നതുമായിരിക്കും. കൂടാതെ അന്യാധീനപ്പെട്ടു പോയ പല വസ്തുക്കളും നമ്മുടെ ജീവിതത്തിൽ എന്തുമായിക്കൊള്ളട്ടെ അത്തരം കാര്യങ്ങൾ നമ്മളിലേക്ക് വന്ന് ഭവിക്കാൻ ഈ പറയുന്ന 2020 കാലഘട്ടങ്ങളിൽ സാക്ഷ്യം വഹിക്കുന്നതാണ്. കൂടാതെ പ്രതീക്ഷിക്കാതെ പല കാര്യത്തിലുള്ള ഗുണങ്ങളും അതോടനുബന്ധിച്ച് തന്നെ നമുക്കറിയാം സന്താനപരമായി ബന്ധപ്പെട്ടുകൊണ്ട് സന്താനമില്ലാത്തവർക്കും അതുമായി ചികിത്സയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവർക്കും അല്ലാതെയുമുള്ളവർക്കൊക്കെ തന്നെ സന്താനങ്ങളുടെ കൊണ്ട് ഒരു അനുഗ്രഹീതപരമായിട്ട് ഉള്ള ഒരു വർഷം തന്നെയാണ് 2022 കാലഘട്ടങ്ങൾ. അസാധ്യമാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് നിഷ്പ്രയാസങ്ങളൊക്കെ തന്നെ സാധിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൂടാതെ ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ വിഷദർശനങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളതിനാൽ ഈ കാലഘട്ടത്തിൽ അത്തരം മേഖലകളുമായി പ്രവർത്തിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഗുണകരമായിരിക്കും. കൂടാതെ ഫാം പോലെയുള്ള മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്ന പ്രവർത്തന മേഖലകളുമായി ബന്ധപ്പെടുന്ന ഉത്രാട നക്ഷത്രക്കാർ ഈ വർഷക്കാലഘട്ടം നല്ലൊരു അനുകൂലകരമായ വർഷമാണ്. കൂടാതെ തന്നെ വാഹന സംബന്ധമായി വാങ്ങുവാനും കൂടാതെ ഗൃഹാരംഭ പ്രവർത്തനങ്ങൾ നടത്തുവാനും ഗൃഹപ്രവേശന കർമ്മങ്ങളൊക്കെ നടത്തുവാനൊക്കെ തന്നെ 2022 കാലഘട്ടം ഗുണകരമായ ഉത്രാട നക്ഷത്രം ഭവിക്കുന്നതായിരിക്കും. കൂടാതെ വാഹന സംബന്ധമായിട്ടുള്ള ഒരുപാട് സാമ്പത്തികപരമായിട്ട് ഗുണങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ക്രയവിക്രയങ്ങളാവട്ടെ അത്തരമായ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഗുണകരമായി ഭവിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഗവേഷണം പോലെയുള്ള മേഖലകളുമായി പ്രവർത്തിക്കുന്നവർക്ക്, റിസർച്ച് പോലെയുള്ള മേഖലകൾ, ശാസ്ത്രതരമായിട്ടുള്ള സാങ്കേതികപരമായ മേഖലകളുമായി പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷകാലഘട്ടങ്ങളിൽ ഒരു അനുകൂലപരമായിട്ടുള്ള വർഷം തന്നെയാണ്. ഇതൊക്കെ തന്നെ ഞാനൊരു പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു പൊതുവായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയപ്പെട്ടിട്ടുള്ളത്. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഉത്രാട നക്ഷത്രങ്ങൾക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് വളരെ വ്യക്തമായി പറയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതക നിരൂപണത്തോടെ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരു വിപരീതപരമായിട്ടുള്ള ഒരു അനുഭവമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതക നിരൂപണം നടത്തിക്കൊണ്ട് നിങ്ങളുടെ ഗ്രഹനിലകളുടെ ബലാബലങ്ങൾ അനുസരിച്ചുകൊണ്ട് അതനുസൃതമായ പ്രതിവിധിയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഉത്രാട നക്ഷത്രക്കാർ ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പലപ്പോഴും നമുക്കറിയാം ഉത്രാട നക്ഷത്രക്കാർക്കൊക്കെ തന്നെ പലപ്പോഴും ബിസിനസ് പല മേഖലകളിലൊക്കെ തന്നെ ഒരുപാട് ധനങ്ങളൊക്കെ തന്നെ മുടക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും അനുകൂലമാണോ എനിക്ക് പ്രതികൂലമാണോ എന്നൊക്കെ തന്നെ തൻ്റെ ജാതകവശാൽ മനസ്സിലാക്കി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു പലപ്പോഴും ഗുണകരമായിരിക്കും. പലപ്പോഴും ഒരുപാട് പണങ്ങളൊക്കെ മുടക്കിക്കൊണ്ട് തന്നെ ഒരു വലിയ ബിസിനസ്സൊക്കെ ഇറങ്ങുന്ന സമയങ്ങൾ നമുക്ക് പറയാം കാറ്റുള്ളപ്പോൾ തോറ്റുക, സമയം അനുകൂലമുള്ളപ്പോൾ തന്നെ പണം ചാടി പണം പിടിക്കുക എന്ന് പറയാറുണ്ട്. പലപ്പോഴും തന്നെ പണം അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഗുണകരമായിരിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു പൊതുവായ കാര്യങ്ങളെക്കുറിച്ചാണ്. കൂടാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക.
അതോടനുബന്ധിച്ച് തന്നെ നിങ്ങളുടെ ദശകളിലും അന്തർദശാ കാലങ്ങളിലൊക്കെ തന്നെ നല്ല ഗുണപരമായിട്ടുള്ള ഒരു നല്ല സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും നിങ്ങളിൽ വന്ന് ഭവിക്കുന്നതല്ല. കൂടാതെ തന്നെ ദശകളിലും അന്തർദശായാൽ വളരെ മോശപരമായിട്ടുള്ള ഒരു ദോഷപരമായിട്ടുള്ള ഒരു സമയമാണെങ്കിൽ ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ വന്ന് ഭവിക്കാം. നല്ല ഗ്രഹങ്ങൾ ബലമുള്ളപ്പോൾ നല്ല ഗുണകരമായിരിക്കും. അതോടനുബന്ധിച്ച് ഗ്രഹങ്ങൾക്കൊക്കെ തന്നെ ബലഹീനനായി നിൽക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ തന്നെ വന്ന് ഭവിക്കാം. കൂടാതെ തന്നെ ഇത്രയും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടാതെ തന്നെ എൻ്റെ ഫോൺ നമ്പർ തന്നെയാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. കൂടാതെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും കൂടാതെ പരിഹാരങ്ങൾക്കൊക്കെ തന്നെ പിന്നെ ബന്ധപ്പെടാവുന്ന നേരിട്ടോ അല്ലെങ്കിൽ ഫോൺ നമ്പർ മുഖാന്തരോ ബന്ധപ്പെടാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പ് മുഖാന്തരമൊക്കെ തന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.